രാഷ്ട്രീയത്തിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ ഐക്യജനാധിപത്യ മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഔദ്യോഗികമായ ചർച്ചകൾക്ക് മുന്നണി സംവിധാനത്തിൽ തുടക്കം കുറിച്ചിട്ടില്ലെങ്കിലും അണിയറയിൽ അനൗപചാരിക ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ ഇത്തവണ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും അവരുടെ അവകാശവാദങ്ങളുമാണ്. പ്രത്യേകിച്ച് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗവും ഇടതുമുന്നണിയിൽ നിന്ന് UDF-ലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10 സീറ്റുകളും ഇത്തവണയും വേണമെന്ന കർക്കശമായ നിലപാടിലാണ് ജോസഫ് വിഭാഗം. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ തൊടുപുഴ, കടുത്തുരുത്തി എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ കുറഞ്ഞ വിജയ ശതമാനം കണക്കിലെടുത്ത് 8 സീറ്റിൽ കൂടുതൽ ജോസഫ് ഗ്രൂപ്പിന് നൽകാനാവില്ലെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിന്റെ ഈ നിലപാട് ഔദ്യോഗികമായി PJ ജോസഫിനെ അറിയിച്ചിട്ടില്ലെങ്കിലും പാർട്ടിയിലെ മധ്യനിര നേതാക്കൾ വഴി ഈ സന്ദേശം കേരള കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി കഴിഞ്ഞു.